സാവകാശം കൃപയും നൽകിയതിനാൽ നന്ദിയോടെ ദൈവത്തിന്റെ മഹത്വം കൊടുക്കാം. ഇന്ന് രാത്രിയിലെ ബൈബിൾ ക്ലാസ് എല്ലാം നമ്മുടെ ജീവനാവ കാരണമാക്കി തീർക്കേണ്ടതിന് ഇനിയും പ്രിയപ്പെട്ടവരൊക്കെ വേഗത്തിൽ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുവാൻ ദിവസം സഹായിക്കേണ്ടതിന് ദൈവകാര്യങ്ങളെ നമ്മളെല്ലാം ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ഈ സന്ധിക്കാൻ ഞങ്ങളെ സ്തോത്രം ചെയ്യുന്നു. ആഴ്ചതോറും വ്യാഴാഴ്ചകൾ ദിവസങ്ങളിൽ നമ്മൾ ഞങ്ങൾ പഠിപ്പാറുള്ളത് പോലെ കർത്താവ് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് അവിടുത്തെ പാദപടത്തിലായിരിക്കാൻ അവിടുത്തെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അനുവദിച്ച ഈ ധന്യ നിമിഷത്തിനായി സ്തോത്രം. ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യുവാനുള്ളവരെ വേഗത്തിൽ കർത്താവെ ജോയിൻ ചെയ്യുവാൻ സഹായിക്കേണ്ടതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവെ തിരുവചനം പഠിപ്പിക്കുന്ന അവിടുത്തെ ദാസന ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. പ്രിയ ദാസന ധാരാളം അനുഗ്രഹിക്കണം. പിന്നെ നാളിലൊക്കെ ഇന്നലെ ശുശ്രൂഷ മേഖലകളിലും കർത്താവിന്റെ ആത്മീയ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെയും കർത്താവ് നന്മ ചെയ്തതിനായി സ്തോത്രം. കേട്ടുകൊടുന്ന് ധാരാളമായി അനുഗ്രഹിക്കണം. കൃപയിൽ വഹിക്കണം. ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടുന്ന ദൈവികമാകുന്ന അനുഭവങ്ങൾ ആലോചനകളൊക്കെ കർത്താവിന്റെ ദാസനം കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇവിടുത്തെ പാതപടത്തിൽ വളരെ പ്രാർത്ഥനയോട് ഞങ്ങൾ അടുത്തു വരുന്നു. ഇവിടുത്തെ കർത്താവ് വചനം കൃത്യമായി ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിക്കേണ്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ തനിമുള്ള നാമത്തിൽ പ്രിയനെ എന്നുള്ള പാട്ട് പാടി ദിനത്തെ മകതമുണ്ട്. സിയോൻ മണാളനെ ശാലനിൽ പ്രിയനെ, സിയോൻ മണാളനെ ശാലനിൽ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻ മണാളനെ ശാലമേ പ്രിയനെ, സിയോൻ മണാളനെ ശാലമേ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികൗതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികൗതുകമായി നോക്കി പാർക്കുന്നേ. ആമേ സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണുനീർ നിറഞ്ഞ ലോകത്തിൽ നിന്നു ഞാൻ പോയി മറയുമേ, കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ, കണ്ണിമയ്ക്കുന്നൊടി നേരത്തു ചേരുമേ വിൺപുരിയതിൽ. ആമേ സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, ആമേ നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, പരനെ നിൻ വരവേതു നേരത്തെന്ന് അറിയുന്നില്ല ഞാൻ, അനുനിമിഷവും അതികൗതുകമായി നോക്കി പാർക്കുന്നേ, അനുനിമിഷവും അതികൗതുകമായി നോക്കി പാർക്കുന്നേ. ആമേ സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലമിൻ പ്രിയനെ, നിന്നെ കാണുവാൻ
എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ആമേൻ. എന്നെ തന്നെ ഒരുക്കുന്നു നിന്റെ രാജ്യത്തിൽ വന്നു വാഴുവാൻ. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ അടയ്ക്കാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. രാത്രിയിൽ തുടർന്ന് നടക്കുന്ന ബൈബിൾ ക്ലാസ്സിൽ വഹിച്ചുകൊണ്ട് ദൈവത്തിനെ നമ്മളെല്ലാവരും ഏൽപ്പിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തിനെ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ രാകേഷ് മാസ്റ്റർ പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം. രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2025 വർഷം ജനുവരി മാസം 16 തീയതി വ്യാഴാഴ്ച സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെ ഉള്ളംകൈയിൽ കർത്താവ് വായിച്ച വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അത്ഭുതമായി ഈ ലോകത്തിൻ്റെ ഓരോ അവസ്ഥകളും നടുവിലും അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി ശക്തീകരിച്ച് ക്രിസ്തു എന്ന പാറയിൽ ഉറപ്പിച്ചു നിർത്തിയ വൻ കൃപയോർത്ത് അങ്ങയുടെ ദയോർത്ത് വിശ്വസ്തയോർത്ത് കരുണയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന അസ്വസ്ഥതകളും അസമാധാനങ്ങളും നിറഞ്ഞ ഈ ലോകത്തിൽ യുദ്ധങ്ങളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഈ കാലങ്ങളിൽ, പാവപ്രവൃത്തികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലങ്ങളിൽ ഞങ്ങളെ കർത്താവിൻ്റെ സന്നിധിയെ സ്തോത്രം നിർത്തുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. വീഴാതോണം സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആണത്തോടെ നിർത്തുവാൻ കഴിവുള്ള ശക്തിയുള്ള ബലമുള്ള വിശ്വസ്തനായ ദൈവത്തെ പിൻപറ്റുവാൻ ആ സർവ്വകൃഷ്ണ ദൈവത്തോട് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ അങ്ങനെ മക്കളായ ഞങ്ങളെ ദാസിദാസന്മാരെ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് മീഡിയയുടെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും കർത്തദാസന്മാരെ ദാസിമാരെ കുടുംബങ്ങളെ ദൈവമക്കളെയും കുടുംബങ്ങളെല്ലാം കർത്താവ് ഇന്നോളം വഹിച്ച വൻ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം പ്രത്യേകമായി വ്യാഴാഴ്ച നടത്തുന്ന ബൈബിൾ ക്ലാസ്സിനായി സ്തോത്രം ചെയ്യുന്ന ക്ലാസ്സുകളിൽ നന്നായി നടത്തുവാൻ അങ്ങയുടെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ജോയിൻ ചെയ്ത എല്ലാ കർത്തദാസന്മാർക്കായി സ്തോത്രം, കുടുംബങ്ങളായി അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ക്ലാസ്സിൽ നിൽക്കുന്ന ദാസനായി സ്തോത്രം ചെയ്ത വി.എസ്. തോമസ് പാസ്റ്ററും തന്റെ കുടുംബത്തിനായി സ്തുതിക്കുന്നു. തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്ന അയക്കുന്ന സ്ഥാനത്ത് അവരെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കായി സ്തോത്രം, വിവാചിതത്തിലുള്ളവർക്കായി സ്തോത്രം ചെയ്ത് ജോലിക്കാരെ കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. ഏത് രാജ്യത്തവരായിരുന്നാലും ആ രാജ്യങ്ങൾക്ക് സഭകൾക്ക് എല്ലാം കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്റെ ശുശ്രൂഷകൾ ദുബായിലുള്ള ദൈവസഭയ്ക്ക് മറ്റനേക ദൈവമക്കൾക്ക് സഭകൾക്ക് ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഉള്ളംകൈയിൽ കർത്താവ് വഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇനി അനേകർക്ക് അനുഗ്രഹമാക്കി പഥ്യവചനമത്ത അനേകരോട് പ്രസ്താവിപ്പാൻ കർത്താവ് ആത്മാവ് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളെ അവസാനമായി ഞങ്ങൾ കേൾപ്പിച്ച പോലെ അത് വളർത്തുമാറാക്കുന്ന ദൈവത്തിന് പ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്ന പൗലോസ് നട്ടു, അപ്പോലോസ് വെള്ളം നനച്ചു, എന്നാൽ ദൈവമാണല്ലോ വളർത്തുമാറാക്കുന്ന ദൈവസഭയുടെ പ്രവർത്തനങ്ങൾ. സ്തോത്രം. അത് സാവധാന രീതിയിലാണല്ലോ, തിടക്കത്തിലല്ലാതെ ദൈവം അത് ക്രമേണയായിട്ട് വർദ്ധിപ്പിക്കുന്ന ദൈവകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്ത് ഞങ്ങളെ ആത്മജീവിതം ആകട്ടെ, ദൈവസഭയുടെ വളർച്ചയാകട്ടെ, അതെല്ലാം ആ രീതിയിൽ ആകുന്നു ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതിനുവേണ്ടി കർത്താവിന് ദൈവപ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അത് പൂർണ്ണമായി ചെയ്തെടുപ്പാൻ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കാൻ കർത്താവിന്റെ ആത്മാവ് ഈ നാളുകളിൽ പൂർണ്ണമായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ക്ലാസ്സും വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവിന്റെ ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. തെറ്റെന്ന പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ ക്ലാസ് നന്നായി നടത്തപ്പെടുവാൻ കർത്താവിന്റെ ആത്മാവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകണമേ, ഭാരപ്പെടുന്നവർക്ക് കർത്താവ് ഭാരങ്ങൾ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭാരതത്തിനായി പ്രാർത്ഥിക്കുന്നു, കേരളത്തിനായി പ്രാർത്ഥിക്കുന്നു, ദൂരദേശം അയക്കുന്ന ദേവദാസമതി മക്കൾക്കായി സ്തോത്രം. ഗ്രൂപ്പിലുള്ള എല്ലാവർക്കായി നിങ്ങൾ സ്തുതിക്കുന്നു. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി അധ്യക്ഷനായിരിക്കുന്ന ദേവദാസനായ കുടുംബത്തിനായി സ്തോത്രം. അവരെ സഭയ്ക്കും പ്രവർത്തനങ്ങൾക്കായി സ്തുതിക്കുന്ന ശുശ്രൂഷകൾ കർത്താവ് ആദരിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് സന്ധ്യാസമയം ലോകമെമ്പാടും നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവണികളെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സും ഒരുക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ലോകമെമ്പാടുള്ള വിശുദ്ധന്മാർക്കും ഇസ്രായേലിന്റെ സമാധാനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി സ്തോത്രം. സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്ലസ് മീഡിയയുടെ പ്ലാറ്റ്ഫോമിൽ രാത്രിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചൊല്ലും. വിശേഷാൽ തുടർന്ന് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്ന പ്രിയ ദൈവകൃത്യൻ പ്രിയ തോമസ് സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളെല്ലാ വ്യാഴാഴ്ചയും ഇതുപോലെ ഒരുമിച്ച് തിരുവചനത്തിന് മുമ്പാകെ ആയിരിക്കാറുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച നമുക്ക് ചില കാരണങ്ങൾ കൊണ്ട് ഒരുമിച്ചായിരിക്കാം സാഹചര്യം ഒരുങ്ങിയില്ല. എന്നാൽ വീണ്ടും ഈ ആഴ്ചയിൽ നമുക്ക് മുടക്കങ്ങളും തടസ്സങ്ങളൊന്നും കൂടാതെ ഒരുമിച്ചായിരിക്കാം സ്വർഗത്തിലെ ദൈവം സാവകാശവും കൃപയും കാണിച്ചതിന് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. സമയം നമുക്ക് പോലും പറഞ്ഞ് ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് സമയങ്ങൾ
തിരുവചനത്തിന് മുമ്പാകെ നമുക്ക് ഒരുമിച്ചായിരിക്കും. പ്രിയ സാറ് തുടർന്നുള്ള സമയങ്ങൾ ക്ലാസ്സിലേക്ക് നയിക്കും. അതിനായി ദൈവത്തിനെ കർത്താവിന്റെ നാമത്തിൽ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിലായിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കേൾക്കാമല്ലോ. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ദൈവവചനത്തിന് മുൻപാകെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് ലീഡ് ചെയ്യുന്ന പ്രിയ കർത്തദാസൻ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും എന്റെ സന്ധ്യാവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മെ രാത്രി സഹായിക്കട്ടെ. ഞാനും മുഖവര പറഞ്ഞ സമയത്തെ കളയാതെ വേഗത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 26, 27, 28, 29 വാക്യങ്ങളിൽ കർത്താവ് പറയുന്ന രണ്ടാമത്തെ മർക്കോസ് മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിച്ച് വരുന്നത്. വിശേഷാൽ ആ ഭാഗത്തൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചിന്തിച്ചത് ദൈവരാജ്യത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് ദ്രുതഗതിയിലല്ല, അത് വളരെ ക്രമാനുഗതമായ രീതിയിലാണ് വളർച്ച എന്നുള്ളത് തിരുവെഴുത്ത് കർത്താവ് വ്യക്തമാക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവസഭയുടെ വളർച്ചയെന്ന് മാത്രമല്ല, നമ്മൾ ദൈവികമായ ഏത് കാര്യങ്ങളെ നമ്മൾ പഠിക്കുമ്പോഴും, പ്രത്യേകിച്ച് ദൈവം അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചാൽ ഒരു ദിവസം കൊണ്ട് ഒറ്റയടിക്ക് അനുഗ്രഹം പ്രാപിക്കുകയല്ല, മറിച്ച് അത് ക്രമാനുഗതമായി അനുഗ്രഹിക്കപ്പെടുകയും. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ആരും വളർച്ചയുടെ പൂർണ്ണതലത്തിലേക്ക് എത്താറില്ല, അതും ക്രമാനുഗതമാണ്. ഓരോ ദിവസവും വളർച്ചയുടെ ഓരോ പടികൾ കടന്നു പോകുന്നതാണ് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. പ്രാർത്ഥനാ ജീവിതത്തെയൊക്കെ നമ്മൾ, അല്ലെങ്കിൽ പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും ശുശ്രൂഷ ജീവിതമാണെങ്കിലും ഏത് പൊതുപ്രയോജനത്തിനായിട്ട് നമ്മൾ ഉരുവാക്കപ്പെടുന്ന ഏത് ടാലന്റുകളാണെങ്കിലും അത് ഒറ്റയടിക്ക് അതിന്റെ വർധനയിലേക്ക് എത്തുകയല്ല, മറിച്ച് അത് ക്രമാനുഗതമായിട്ട് വളരുക. കർത്താവിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുന്നത്, നമ്മൾ പലപ്പോഴും ഈ ടാലന്റുകളുടെ കാര്യം പറയുമ്പോൾ കർത്താവ് പറയുന്ന ചില ഭാഗങ്ങളും ചില ചിന്തകളൊക്കെ അതിന് ആധാരമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഓരോരുത്തരുടെയും കഴിവുകൾക്കനുസരിച്ച് കർത്താവ് എല്ലാം നൽകുകയാണ്. ഒന്ന് ലഭിച്ചവൻ അത് വ്യാപാരം ചെയ്ത് വീണ്ടും അതിനെ 2 ആക്കുകയാണ്. 2 ലഭിച്ചവൻ വ്യാപാരം ചെയ്ത് 4 ആക്കുകയാണ്. അപ്പോൾ അത് ക്രമാനുഗതമായിട്ടാണ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സകല കാര്യങ്ങളുടെയും വളർച്ച എന്ന് പറയുന്നത്. ഒറ്റയടിക്ക് വളരുന്നതല്ല ദൈവരാജ്യം എന്ന് പറയുന്നതും ആത്മീയത എന്ന് പറയുന്നത്. ഇപ്പം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നൊരു പദം വാക്യം നമുക്കറിയാം. നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും പോക്കി നമ്മെ തന്നെ വിശുദ്ധിയിൽ തികവുള്ളവരാക്കുക എന്ന് പറയും. ഇപ്പൊ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും മുന്നേറുകയാണ്. അതൊരു ദിവസം കൊണ്ട് നടക്കുകയല്ല. തേജസ്കരണമാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയില്ല. വിശുദ്ധി എന്ന് പറയുന്നതും ഒരു ദിവസം കൊണ്ട് പ്രാപിക്കാൻ കഴിയില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്ന പ്രോസസ്സും നമുക്കറിയാം, ത്രികാലമാണത്. നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്ത് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മാനസാന്തരം എന്ന് പറയുന്നതും ഓരോ ദിവസവും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. അതിങ്ങനെ ഓരോ ദിവസവും അതിന്റെ ക്രമാനുഗതമായ നിലവാരത്തിൽ അത് വളർച്ച കൈവരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ഒരു തികഞ്ഞ മനുഷ്യനായിട്ട് നമുക്ക് മാറുന്നത്. അതിന് ചിലപ്പോൾ ഒരുപാട് കാലത്തെ കഠിന പരിശ്രമങ്ങൾ ആവശ്യമാണ്. ഇതുപോലെ കർത്താവിന്റെ രാജ്യത്തെ അല്ലെങ്കിൽ ദൈവസഭയുടെ വളർച്ചയെ സംബന്ധിച്ചും ഈ ഉപമയ്ക്കകത്തൂടെ കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ സഭ ബലൂൺ വീർക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് വീർപ്പിക്കാവുന്ന അല്ലെങ്കിൽ വളർത്താവുന്ന ഒന്നല്ല. അത് ക്രമാനുഗതമായിട്ടേ അതിന് വളർച്ച സംഭവിക്കുക. ഞാനത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഓർപ്പിച്ചതാണ്. ഒരു കുടുംബത്തെ നേടാൻ ചിലപ്പോൾ ദീർഘവർഷങ്ങൾ ഒരു ദേശത്ത് ചിലപ്പോൾ പരിശ്രമിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് കർത്താവിന്റെ
രാജ്യത്തിന്റെ വളർച്ച കിടക്കുന്നത്, സഭയുടെ വളർച്ച കിടക്കുന്നത്. അത് കർത്താവ് ഇവിടെ പറയുന്നത് ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 27 ചേർത്ത് വായിക്കുക. രാവും പകലും ഉറങ്ങിയും എഴുന്നേറ്റും ഇരിക്കെ അവൻ അറിയാതെ അത് മുളച്ച് വളരുന്നത് പോലെയാകുന്നു. എന്ത് ദൈവരാജ്യം? 28-ാം വാക്യം. ഭൂമി സ്വയമായി മുമ്പേ ഞാറും പിന്നെ കതിരിന്മേൽ നിറഞ്ഞ മണിയും ഇങ്ങനെ വിളയുന്നുണ്ട്. അതിന് ആ പ്രോസസ് കർത്താവ് പറയുകയാണ്, ഒരു സസ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു വിത്ത് ഒരാളെ മണ്ണിൽ വിതച്ചാൽ ആ വിത്ത് വളരുന്നതിന് ഓരോ കാലഘട്ടമുണ്ട്, ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടങ്ങളിലൂടെ അത് വളർന്ന് അത് എന്തായിരുന്നു മണി അല്ലെങ്കിൽ അതിന് ഫലമുള്ളതായിട്ട്, അല്ലെ ഫലം പുറത്തെടുക്കാൻ കഴിയുന്ന നിലവാരത്തിലേക്ക് അത് വളരുന്നു, അല്ലെ അതിന്റെ വളർച്ച കൈവരിക്കപ്പെടുന്നു. ഇവിടെ കർത്താവ് ആദ്യം പറഞ്ഞത് മുൻപേ ഞാറെന്നവർ, നമ്മൾ വായിച്ച ഭൂമി സ്വയമായി മുമ്പേ ഞാറും എന്ന് പറയുന്ന കർത്താവ് തുടങ്ങി. നമുക്കറിയാം, ഒരു വിത്ത് മണ്ണിൽ വീണാല് ആദ്യം പുറത്തു വരുന്നത് അതിന്റെ ഇലകളാണ്. ആ ഇല വെളിയിൽ വരുമ്പോഴാണ് ഇത് എന്ത് വിത്താണെന്നുള്ളത് തന്നെ മനസ്സിലാക്കുക, അല്ലെ? മുൻപേ ആദ്യം വരുന്നത് എന്താണ്? ഇല്ല, ഇപ്പൊ നമുക്കറിയാമല്ലോ, ഒരു ഗോതമ്പ് നിലത്ത് വീണാലും അതിങ്ങനെ ഒരു ചെറിയ മുള വന്നിട്ട് പിന്നെ ഒരു കുഞ്ഞിലയാണ് അതിൽ ഉണ്ടാകുന്നത്. ഒരു ഇല വരുമ്പോഴാണ് പലപ്പോഴും അതിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പൊ മുള വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് അതിന്റെ ഇലകളാണ്. ആത്മീയതയുമായിട്ട് ഇതിനെ ചേർത്ത് നമ്മൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാല് ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രായോഗികം എന്ന് പറയാതെ കിളിർക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം സംഭവിക്കേണ്ടത് ആ വ്യക്തിയുടെ വ്യക്തിത്വ മേഖലയ്ക്കകത്തുണ്ടാകുന്ന വ്യതിയാനം. അല്ലെങ്കിൽ നമുക്കതിനെ ഒറ്റവാക്കി പറഞ്ഞ വ്യക്തിത്വ വികസനം എന്നൊക്കെ വേണേ നമുക്ക് പറയാം, അല്ലെങ്കിൽ വ്യക്തിത്വ വികാസം എന്ന് നമുക്ക് പറയാം. ദൈവവചനം, അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും സുവിശേഷ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ കവല പ്രസംഗമൊക്കെ നടത്തുമ്പോൾ ദൈവത്തിന്റെ വചനം നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ആ വ്യക്തിയുടെ സ്വഭാവത്തെ, വ്യക്തിത്വത്തെ തന്നെ എന്ത് ചെയ്തു? ദൈവവചനം അല്ലെങ്കിൽ സുവിശേഷം പരിവർത്തനത്തിലേക്ക്, മാറ്റത്തിലേക്ക് കൊണ്ടുവരും. അപ്പൊ ദൈവവചനമാകുന്ന വിത്ത് ഒരുവന്റെ അകത്ത് വീണാൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം മാറുകയാണ്. അതുകൊണ്ടാണ് അതിന്റെ മറ്റൊരു വേർഷനിൽ പൗലോസ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെന്ന് പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവം തന്നെ, ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ എന്ത് ചെയ്യാണ്? വചനം വ്യതിയാനം വരുത്തുകയാണ്, വ്യത്യാസം വരുത്തുകയാണ്. പഴയ നിയമത്തിലേക്ക് നമ്മൾ അതിനെ ഒന്നുകൂടെ കടന്നു ചിന്തിച്ച് പറഞ്ഞാല്, പഴയ നിയമത്തിൽ സംഖ്യാപുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇസ്രായേലിനെ കുറിച്ച് കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നില്ല, എണ്ണപ്പെടുന്നത്. കാരണം അവരുടെ ന്യായപ്രമാണം അവരുടെ അകത്ത് ഇരിക്കുന്നത് കൊണ്ട് അവർ ജാതികളോട് ഇടകലരാതെ, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാതെ, ഒരു പ്രത്യേക വ്യക്തിത്വങ്ങൾക്ക്, സ്വഭാവങ്ങൾക്ക് ഉടമകളായിട്ട് അവരെന്ത് ചെയ്യുക? ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന് വേണ്ടി സേവിക്കുക. അവരാണ് സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറയും. അത് അവരെ അങ്ങനെ ആ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാത്ത രീതിയിൽ അവരിൽ നിന്ന് അവരെ വ്യത്യസ്തരാക്കുന്നത് എന്താണ്? അവരുടെ ന്യായപ്രമാണം, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണമാണ്. ആ പ്രമാണം അവരെ അനുസരിക്കുമ്പോഴാണ് അവരുടെ വ്യക്തിത്വത്തിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകും. നമുക്കറിയാം, ഇസ്രായേലിനെ ദൈവം പ്രമാണം കൊടുത്തപ്പോൾ, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം നിങ്ങൾ പഠിച്ചാല് ഓരോ ചാപ്റ്റർ ഓരോരോ കാര്യങ്ങൾ പറയാനായിട്ട് നീക്കി വെച്ചിരിക്കും. അവരുടെ ന്യായപ്രമാണം അവരെ വ്യക്തിത്വ വികസനത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അവരുടെ വസ്ത്രധാരണം പോലും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരുടെ ആഹാര രീതി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൈവം പ്രമാണം കൊടുത്തപ്പോൾ പ്രമാണത്തിൽ പറഞ്ഞു, ഇന്നത് കഴിക്കാം, ഇന്നത് കഴിക്കാൻ പാടില്ല, ഇന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഉടുക്കാം, ഇന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ഉടുക്കരുത്. അപ്പം ആഹാരം, വസ്ത്രം, ഇനി അവരുടെ ദേശമാണെങ്കിൽ പോലും വ്യത്യസ്തമാണ്, അതിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യസ്തമാണ്.
അപ്പൊ ദൈവം വളരെ വ്യത്യസ്തമായി തന്റെ പ്രമാണത്തോടുള്ള ബന്ധത്തിൽ അവരെ തെരഞ്ഞെടുത്ത് പാർപ്പിക്കുമ്പോൾ എല്ലാം അവർക്ക് വ്യത്യസ്തത തന്നെയാണ്. അവരുടെ ആരാധനാ സമ്പ്രദായം വ്യത്യസ്തമല്ല. ഒരു ജാതിക്കും ഇല്ലാത്ത ഒരാരാധനാ സമ്പ്രദായമാണ് യഹൂദന് ദൈവം. ഭാഷയിലും എന്താണ്? എബ്രായ ഭാഷ സംസാരിക്കുന്നത് യഹൂദൻ മാത്രമാണ്. പിന്നീട് എബ്രായ ഭാഷ പഠിച്ചൊക്കെ പലരും സംസാരിച്ച് കാണാം. പക്ഷെ അവരുടെ ജാതീയ ഭാഷയാണ്, അല്ലെങ്കിൽ അവരുടെ മതപരമായ ലാംഗ്വേജ് ആണ് അത് ഹീബ്രു എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണ്? ന്യായപ്രമാണത്തിന് അല്ലെങ്കിൽ ദൈവിക പ്രമാണം അനുസരിക്കുമ്പോൾ അവര് സകല ജാതികളിൽ വെച്ച് ആരാണ്? വ്യത്യസ്തരാകുകയാണ്. അതുകൊണ്ടാണ് മറ്റിതര ജാതികൾക്ക് യഹൂദനോടുള്ള ഏറ്റവും വലിയ വിരോധമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ ബെന്തക്കോസ് ഗ്രൂപ്പുകളെ പ്രാരംഭകാലങ്ങളിൽ നാമോദയ സഭകൾ ഏറ്റവും കൂടുതൽ വെറുത്തതിന് കാരണം എന്താ? നമ്മൾ അവരുടെ പല കാര്യങ്ങളിലും യോജിക്കാറില്ല, കൂട്ടുകൂടാറില്ല. അവരുടെ ഒരു കാര്യങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാറില്ല, അവരെ നമ്മള് ചെയ്യാറില്ല, പ്രവർത്തിക്കാറില്ല. നമുക്ക് പെരുന്നാളില്ല, ആഘോഷമില്ല, ക്രിസ്മസ് ഇല്ല, ഈസ്റ്റർ ഇല്ല, അല്ലെ, ഓണമില്ല. ഇന്നിപ്പോ ഇതെല്ലാം ഉണ്ട്, അത് മറ്റൊരു സത്യം. പക്ഷെ എങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ മറ്റ് ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾ വെറുത്തതും എതിർത്തതും മാറ്റി നിർത്തിയതും അവരുടെ പല കാര്യങ്ങളോടും നമുക്ക് എന്തില്ല, യോജിപ്പില്ല. നമ്മൾ അഭിപ്രായത്തിൽ പോലും യോജിക്കത്തില്ല. ഇന്നതൊക്കെ മാറി. ഇന്ന് എല്ലാം ഒരു അവിയൽ പരുവമായി എന്നുള്ളത് എന്താണ്? ഇന്ന് എനിക്ക് തോന്നുന്നത് എന്റെയൊക്കെ ചെറുപ്പം, ഞാനൊരു മർത്തോമയിൽ ജനിച്ചു വളർന്നവനാണ്. ചെറുപ്രായത്തിൽ എല്ലാ വർഷവും ക്രിസ്മസ് കരോളുള്ളതാണ്. പക്ഷെ ഇപ്പം അവിടുത്തെ മർത്തോമ പള്ളി 2-3 കൊല്ലം കൂടുമ്പോഴുള്ളൂ. പക്ഷെ ഇന്നത്തെ നമ്മുടെ സഭകളാ ക്രിസ്മസ് കരോളും പാപ്പായും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയത്, അല്ലെ? നമ്മളതിനെ പറയുന്ന ന്യായം എന്താണെന്ന് അറിയുമോ? അന്ന് ഏത് വീട്ടിലും, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏത് വീട്ടിലെന്നും സൂക്ഷിച്ചുകൊണ്ട് പോകാൻ പ്രയാസമുള്ള ഒരു വീടുമില്ല. ഇതൊക്കെ നമ്മൾ പറയുന്ന ഓരോ തീട്ടന്യായങ്ങൾ എന്ന് ഞാൻ പറയും, ഒറ്റ ഭാഷയിൽ പറഞ്ഞു. എനിക്ക് ഇതിനോടൊക്കെ അത്രയ്ക്ക് വിരോധമായതുകൊണ്ട് ഞാൻ ആ പദവി തെറ്റാണ്, നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇന്ന് അവരെക്കാട്ടിലും അങ്ങ് വിശ്വാസ സംബന്ധമായിട്ട് അധപ്പതിച്ചു എന്നുള്ളതിന്റെ വലിയ തെളിവുകളാണ്. അത് നമുക്ക് സങ്കടം തോന്നുന്നു പറഞ്ഞാല്, ഈ ദൈവശാസ്ത്രമൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളം, അല്ലെ? ബൈബിൾ സ്കൂളുകള്, സെമിനാരികളൊക്കെയാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പൊ ദൈവവചനവും ഈ നമ്മുടെ ഉപദേശവും ഒക്കെ പഠിപ്പിക്കുന്ന ഇടങ്ങളും പഠിപ്പിക്കേണ്ടിടത്തും ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് വിരുദ്ധമായ കാര്യങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളും ഈ ലോകവുമായിട്ട് വളരെയധികം മിങ്കിളായിട്ട് പോകുകയാണെന്നുള്ള തരത്തില്. ഞാനൊരു ഉദാഹരണം, ഒരു കാര്യം പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അനവധി കാര്യം. ഒരു കാര്യം നമ്മുടെ കർത്താവിന്റെ ഭാഷ തന്നെ ഇവിടെ നമ്മൾ ചിന്തിച്ച ഈ ഭാഗത്തോ ചേർത്ത് ചിന്തിച്ചാലും കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. ഫലം കൊണ്ടേ ഒന്നിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, സാധ്യമാകുന്നുള്ളൂ. നമുക്ക് വലിയ